ഒരു ഇലക്ട്രിക് ഡൈപോളിൻ്റെ ആക്സിയൽ ലൈനിൽ നമ്മളൊരു പോയിന്റ് കൺസിഡർ ചെയ്ത് ആ പോയിന്റിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി എത്രയാണെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. എന്തായിരുന്നു ആ ഇക്വേഷൻ? ഇ ആക്സിയൽ ഈക്വൽ ടു 1/4πε0 2p ഡിവൈഡഡ് ബൈ ആർ ക്യൂബ്. അതിൽ ഈ ആക്സിയലും ഇലക്ട്രിക് ഡൈപോൾ മൊമെൻറ്റും പാരലൽ ആയിരുന്നു. ഇത്രയും കാര്യങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞതാണ്. ഇവിടെ നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി അറ്റ് എ പോയിന്റ് ഓൺ ഇക്വറ്റോറിയൽ ലൈൻ. നിങ്ങൾക്ക് വേണമെങ്കിൽ ചോദിക്കാം, എന്താണ് ഇക്വറ്റോറിയൽ ലൈൻ? നമ്മളൊരു ഡൈപോൾ കൺസിഡർ ചെയ്യുന്നു. അതിൽ -q എന്ന് പറയുന്ന ചാർജ് എ എന്ന് പറയുന്ന പോയിന്റിലും +q എന്ന് പറയുന്ന ചാർജ് ബി എന്ന് പറയുന്ന പോയിന്റിലും വെച്ചിട്ടുണ്ട്. O ആണ് ആ ഇലക്ട്രിക് ഡൈപോളിൻ്റെ സെൻറ്റർ. ഇക്വറ്റോറിയൽ ലൈൻ എന്ന് പറയുന്നത് ഒരു ഇലക്ട്രിക് ഡൈപോളിൻ്റെ സെൻറ്ററിൽ കൂടി കടന്നു പോകുന്ന ഒരു സ്ട്രെയിറ്റ് ലൈനാണ്. സെൻറ്ററിൽ കൂടി കടന്നു പോയാൽ മാത്രം പോരാ, ആ ഡൈപോൾ ആക്സിസിന് അത് പെർപെൻഡിക്കുലർ കൂടി ആയിരിക്കണം. അതായത് ഒരു സ്ട്രെയിറ്റ് ലൈൻ ഇലക്ട്രിക് ഡൈപോളിൻ്റെ സെൻറ്ററിൽ കൂടി ഡൈപോൾ ആക്സിസിന് പെർപെൻഡിക്കുലർ ആയി കടന്നു പോവുകയാണെങ്കിൽ അത്തരത്തിലുള്ള സ്ട്രെയിറ്റ് ലൈൻസിന് വിളിക്കുന്ന പേരാണ് ഇക്വറ്റോറിയൽ ലൈൻ. ആക്സിയൽ ലൈന് പകരം നമ്മൾ നമ്മുടെ റെഫറൻസ് പോയിന്റ് എടുക്കുന്നത് എവിടെയാണ്? ഈ കേസിൽ ഇക്വറ്റോറിയൽ ലൈനിലാണ്. ഇവിടെ ഞാനൊരു ഇക്വറ്റോറിയൽ ലൈൻ വരച്ചിട്ടുണ്ട്. ഈ ഡോട്ടഡ് ലൈനാണ് നമ്മുടെ ഇക്വറ്റോറിയൽ ലൈൻ. അത് ഡൈപോൾ ആക്സിസിന് പെർപെൻഡിക്കുലറുമാണ്. അതേപോലെ തന്നെ ആ ഡൈപോളിൻ്റെ സെൻറ്ററിൽ കൂടിയാണ് അത് കടന്നു പോകുന്നത്. O ആണ് ആ ഡൈപോളിൻ്റെ സെൻറ്റർ. ഇനി പി എന്ന് പറയുന്ന ഒരു പോയിന്റ് ഞാൻ എടുക്കുന്നു. പി എന്ന് പറയുന്ന പോയിന്റ് എവിടെയാണ് എടുക്കുന്നത്? ഈ ഇക്വറ്റോറിയൽ ലൈനിൽ ആണ് എടുക്കുന്നത്. നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് പി എന്ന് പറയുന്ന പോയിന്റിൽ ഈ ഇലക്ട്രിക് ഡൈപോൾ കാരണം ഉണ്ടാകുന്ന ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി എത്രയാണെന്നാണ്. രണ്ട് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി പി എന്ന് പറയുന്ന പോയിന്റിൽ എക്സ്പീരിയൻസ് ചെയ്യും. ഏതൊക്കെയാണ് ആ രണ്ട് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റികൾ? ഒന്നാമത്തേത് എ എന്ന് പറയുന്ന പോയിന്റിൽ വെച്ചിരിക്കുന്ന -q ചാർജ് കാരണം പി എന്ന് പറയുന്ന പോയിന്റിൽ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഉണ്ടാകും. ഞാൻ അതിനെ EA എന്ന് വിളിക്കുന്നു. എന്തായിരിക്കും EAയുടെ ഡയറക്ഷൻ? നമുക്കറിയാവുന്നതുപോലെ മൈനസ് ചാർജ് ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയുടെ ഡയറക്ഷൻ ടുവേഴ്സ് നെഗറ്റീവ് ചാർജ് ആയിരിക്കും. അതായത് ഇതാണ് പി എന്ന് പറയുന്ന പോയിന്റും എ എന്ന് പറയുന്ന പോയിന്റിനെയും ബന്ധിപ്പിക്കുന്ന ലൈൻ. E എന്ന് പറയുന്നത് എ എന്ന് പറയുന്ന പോയിന്റിൽ വെച്ചിരിക്കുന്ന -q ചാർജ് കാരണം പി എന്ന് പറയുന്ന പോയിന്റിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ആണ്. അതിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ടുവേഴ്സ് നെഗറ്റീവ് ചാർജ് ആയിരിക്കും. അതായത് എലോങ് PA ആണ് EA എന്ന് പറയുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയുടെ ഡയറക്ഷൻ. ഇനി രണ്ടാമത്തെ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ആണ് EB. EB എന്ന് പറഞ്ഞാൽ എന്താണ്? B എന്ന് പറയുന്ന പോയിന്റിൽ വെച്ചിരിക്കുന്ന +q ചാർജ് കാരണം പി എന്ന് പറയുന്ന പോയിന്റിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയാണ്. അതിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും? നമ്മൾ നേരത്തെ പറഞ്ഞതാണ് +q എന്ന് പറയുന്ന ചാർജാണ് എടുത്തിരിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് ചാർജാണ് എടുത്തിരിക്കുന്നതെങ്കിൽ അത് കാരണം ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി എപ്പോഴും എങ്ങോട്ടായിരിക്കും? എവേ ഫ്രം പോസിറ്റീവ് ചാർജ് ആയിരിക്കും. അങ്ങനെ നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ EB എന്ന് പറയുന്നത് എവേ ഫ്രം പോസിറ്റീവ് ചാർജ് ആണ് ഡയറക്ഷൻ എടുക്കുന്നതെങ്കിൽ ഇതായിരിക്കും EBയുടെ ഡയറക്ഷൻ. അതായത് +q ചാർജ് കാരണം പി എന്ന് പറയുന്ന പോയിന്റിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി എവേ ഫ്രം പോസിറ്റീവ് ചാർജ് ആയിരിക്കും. അതായത് എലോങ് BP ആണ് EBയുടെ ഡയറക്ഷൻ. രണ്ട് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റീസ് ആണ് പി എന്ന് പറയുന്ന പോയിന്റിൽ എക്സ്പീരിയൻസ് ചെയ്യുക. ഒന്ന് EA, എ എന്ന് പറയുന്ന പോയിന്റിൽ വെച്ചിരിക്കുന്ന -q ചാർജ് കാരണം. രണ്ടാമത്തെ EB, ബി എന്ന് പറയുന്ന പോയിന്റിൽ വെച്ചിരിക്കുന്ന +q ചാർജ് കാരണം. അങ്ങനെയെങ്കിൽ ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി അറ്റ് ദ പോയിന്റ് P എന്തായിരിക്കും? നമ്മളൊരു പക്ഷേ വിചാരിക്കും നമുക്ക് വേണമെങ്കിൽ രണ്ട് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിനെയും ആഡ് ചെയ്യാം, അല്ലെങ്കിൽ ഒരെണ്ണത്തിനെ മറ്റേതിൽ നിന്ന് സബ്സ്ട്രാക്റ്റ് ചെയ്യാം. പക്ഷേ ഈ രണ്ട് കാര്യങ്ങളും ഈ ഒരു കേസിൽ നടപ്പിലാവില്ല. കാരണമുണ്ട്. അതായത് രണ്ട് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റീസും പാരലൽ ആയിരുന്നെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാമായിരുന്നു? രണ്ട് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റികളെയും ആഡ് ചെയ്യാമായിരുന്നു. ഒരു ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി മറ്റേതിന് ആൻറ്റി പാരലൽ ആയിരുന്നെങ്കിലോ നമുക്ക് ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി കണ്ടെത്താനായി ഒരെണ്ണത്തിനെ മറ്റേതിൽ നിന്ന് സബ്സ്ട്രാക്ട് ചെയ്യാമായിരുന്നു. ഈ കേസിൽ ഇലക്ട്രിക്
ഡൈപോളിൻ്റെ ഇക്വറ്റോറിയൽ ലൈൻ എടുത്തു കഴിഞ്ഞാൽ ആ കേസിൽ ഇലക്ട്രിക് ഫീൽഡ് അറ്റ് പി ഡ്യൂ ടു എയും ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി അറ്റ് ദ പോയിന്റ് പി ഡ്യൂ ടു ബിയും പാരലലും അല്ല ആൻറ്റി പാരലലും അല്ല. ഇ എ പോകുന്നത് എലോങ് പി എ ആണ്, ഇ ബി പോകുന്നത് എലോങ് ബി പി ആണ്. പാരലലും അല്ല ആൻറ്റി പാരലലുമല്ല, നമുക്ക് ആഡ് ചെയ്യാനോ സബ്സ്ട്രാക്ട് ചെയ്യാനോ സാധിക്കുകയില്ല. പിന്നെ നമ്മൾ എന്ത് ചെയ്യും? നമുക്കൊന്ന് നോക്കി നോക്കാം. അതിനു മുമ്പ് ഞാനൊരു ഡിസ്റ്റൻസിൻ്റെ മെഷർമെൻറ്റും കൂടി പറയാം. അതായത് പി എ എന്ന് പറയുന്ന ഡിസ്റ്റൻസ് എത്രയാണ്? നമ്മളൊരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുന്നു, എ പി ഒ. അതൊരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിളാണ്, അതായത് ഉള്ളിലൊരു 90 ഡിഗ്രി ഉണ്ട്. രണ്ടാമത്തെ ട്രയാങ്കിളാണ് ഒ പി ബി, അതും ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളാണ്. ഇത് ആ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൻ്റെ ഹൈപ്പോട്ടന്യൂസ് ആണ്, ഇത് ബേസ് ആണ്, ഇത് ഓൾട്ടിറ്റ്യൂഡ് ആണ്. അങ്ങനെയെങ്കിൽ പൈതഗോറസ് തിയറം അനുസരിച്ച് ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ എന്ന് എഴുതാം. അല്ലെങ്കിൽ ഹൈപ്പോട്ടന്യൂസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ എന്ന് എഴുതാം. അതേ രീതിയിൽ നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഡിസ്റ്റൻസ് എത്ര വരും? റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് എൽ സ്ക്വയർ വരും. ഇതേ ട്രയാങ്കിൾ എടുക്കുമ്പോൾ ഒ പി ബി എന്ന് പറയുന്ന ട്രയാങ്കിൾ എടുക്കുമ്പോഴും ഈ പി ബി എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? ഹൈപ്പോട്ടന്യൂസ് ആണ്. ആ ഹൈപ്പോട്ടന്യൂസിനെ എങ്ങനെ എഴുതാം? റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് എൽ സ്ക്വയർ എന്ന് എഴുതാൻ സാധിക്കും. ഇനി ഇ എ എന്ന് പറയുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും എന്തൊക്കെയാണ്? നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ഇ എ എന്ന് പറയുന്നത് ഒന്നും കൂടി ഓർമ്മിപ്പിക്കാം. ഇ എ എന്ന് പറയുന്നത് എ എന്ന് പറയുന്ന പോയിന്റിൽ വെച്ചിരിക്കുന്ന -q ചാർജ് കാരണം പി എന്ന് പറയുന്ന പോയിന്റിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയാണ്. എന്താണ് ജനറൽ ഇക്വേഷൻ? 1/4πε0 q ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ. അതാണ് നമ്മുടെ ജനറൽ ഇക്വേഷൻ. ആ ഇക്വേഷൻ നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. 1/4πε0 q ആണ് നമ്മുടെ ഇവിടുത്തെ ചാർജ്, ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ ആണ്, അതായത് ഡിസ്റ്റൻസ് സ്ക്വയർ. ഇവിടെ ഡിസ്റ്റൻസ് എത്രയാണ്? റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് എൽ സ്ക്വയർ ആണ് ഡിസ്റ്റൻസ്. അതിന് നമ്മൾ സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ ആ സ്ക്വയർ റൂട്ട് അവിടെ നിന്ന് പോകും. ബാക്കി നമുക്ക് ലഭിക്കുക ഇ എ ഈക്വൽ ടു 1/4πε0 q ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ പ്ലസ് എൽ സ്ക്വയർ ആണ്. ഡയറക്ഷൻ കൃത്യമായി എഴുതിയിട്ടുണ്ട്. ഇത് നെഗറ്റീവ് ചാർജ് ആയതുകൊണ്ട് ടുവേഴ്സ് നെഗറ്റീവ് ചാർജ് ആയിരിക്കും ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയുടെ ഡയറക്ഷൻ, അതായത് എലോങ് പി എ. ഇതാണ് ഇ എ. ഇനി എന്താണ് ഇ ബി? 1/4πε0 q ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ പ്ലസ് എൽ സ്ക്വയർ. അതായത് ഇ എയുടെയും ഇ ബിയുടെയും മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്. കാരണം പി എ ഈക്വൽ ടു പി ബി ആണ്. ഡിസ്റ്റൻസിൽ അവിടെ കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ ഒന്നും തന്നെയില്ല. അതായത് ഇ എ എന്ന് പറയുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയുടെയും ഇ ബി എന്ന് പറയുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയുടെയും മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്, പക്ഷേ ഡയറക്ഷൻ ഡിഫറൻ്റ് ആണ്. നോക്കാം. മാഗ്നിറ്റ്യൂഡ് ഇതാണ് 1/4πε0 q ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ പ്ലസ് എൽ സ്ക്വയർ. ഇതാണ് ഇ ബി എന്ന് പറയുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ്. ഡയറക്ഷൻ എങ്ങോട്ടാണ്? നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ബി പി അലോങ് ബി പി ആണ് ഇ ബിയുടെ ഡയറക്ഷൻ. അതും കൃത്യമായി ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇ എ പോകുന്നത് അലോങ് പി എ ആണെങ്കിൽ ഇ ബി പോകുന്നത് എങ്ങോട്ടാണ്? അലോങ് ബി പി ആണ്. ഇവിടെ ഒരു കാര്യം കൂടി നമ്മൾ എഴുതി ചേർത്തിരിക്കുന്നു, മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇ എ ഈക്വൽ ടു മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇ ബി. ഇത്രയും കാര്യങ്ങൾ നമുക്ക് മനസ്സിലായി കഴിഞ്ഞു. ഇനി എങ്ങനെ ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി അറ്റ് ദ പോയിന്റ് പി കണ്ടുപിടിക്കാം? നേരത്തെ പറഞ്ഞതുപോലെ ഇ എ പ്ലസ് ഇ ബി ഒ അല്ലെങ്കിൽ ഇ എ മൈനസ് ഇ ബി ഒ, ഈ രണ്ട് കാര്യങ്ങളും നമുക്കിവിടെ നടപ്പിലാകില്ല. കാരണം ഇ എയും ഇ ബിയും പാരലലും അല്ല ആൻറ്റി പാരലലും അല്ല. പാരലൽ ആയിരുന്നെങ്കിൽ ആഡ് ചെയ്യാമായിരുന്നു, ആൻറ്റി പാരലൽ ആയിരുന്നെങ്കിൽ സബ്സ്ട്രാക്ട് ചെയ്യാമായിരുന്നു. ഈ രണ്ട് കാര്യങ്ങളും ഈ ഒരു കേസിൽ നടപ്പിലാകില്ല. നമ്മൾ മറ്റുള്ള രീതികൾ ഇവിടെ അവലംബിക്കേണ്ടി വരും. നോക്കാം ഏതാണ് ആ രീതിയെന്ന്. ഇവിടെ ഞാൻ ഇ എ എന്ന് പറയുന്ന ആ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയെ ഒരു വെക്റ്റർ ആയി കൺസിഡർ ചെയ്യുന്നു. നമുക്കറിയാവുന്നതുപോലെ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഒരു വെക്റ്ററാണ്. ഇ എ എന്ന് പറയുന്നത് ഒരു വെക്റ്ററാണ്, ഈ ഡയറക്ഷനിൽ പോകുന്ന വെക്റ്ററാണ്. ഞാൻ ഇത് ഒരു തീറ്റയായി എടുത്തിട്ടുണ്ട്. അതായത് നമ്മുടെ ഡൈപോളിൻ്റെ ആക്സിസും അതുപോലെ തന്നെ എ പി എന്ന് പറയുന്ന ലൈനും തമ്മിലുള്ള ഒരു ആംഗിൾ തീറ്റയായി എടുത്തിട്ടുണ്ട്. നമ്മുടെ മാത്തമാറ്റിക്സ് അനുസരിച്ച് ഞാൻ ഇങ്ങനെ ഒരു ലൈൻ വരയ്ക്കുന്നു, ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുന്നു. അങ്ങനെയെങ്കിൽ ആ സ്ട്രെയിറ്റ് ലൈനും ഈ പി എ എന്ന് പറയുന്ന ആക്സിസും തമ്മിലുള്ള ആംഗിളും ഈ പി എ എന്ന് പറയുന്ന സ്ട്രെയിറ്റ് ലൈനും ഈ ഒരു ഡൈപോൾ ആക്സിസും തമ്മിലുള്ള ആംഗിളും സെയിം തന്നെയാണ്. ഓക്കെ, പ്യുവർ മാത്തമാറ്റിക്സ് ആണ്. ഇത് തീറ്റയാണെങ്കിൽ ഇതും തീറ്റ തന്നെ ആയിരിക്കും.
അങ്ങനെയെങ്കിൽ ഇ എ എന്ന് പറയുന്ന വെക്ടറിനെ, ഇങ്ങനെ പോകുന്ന വെക്ടറിനെ എനിക്ക് 2 കമ്പോണൻറ്റുകളായി റിസോൾവ് ചെയ്യാം. ഒന്നാമത്തെ കമ്പോണൻറ്റ് ഇത് തീറ്റ ആയതുകൊണ്ട് തീറ്റയുടെ അടുത്തുള്ള കമ്പോണൻറ്റ് ഇ എ കോസ് തീറ്റയും തീറ്റയുടെ ഓപ്പോസിറ്റുള്ള കമ്പോണൻറ്റ് ഇ എ സൈൻ തീറ്റയും ആയിരിക്കും. ഒന്നും കൂടി പറയാം, ഈ ആംഗിളും ഇവിടെ നമ്മൾ വരച്ചിരിക്കുന്ന ആംഗിളും സെയിം തന്നെയാണ്, പ്യുവർലി മാത്തമെറ്റിക്സ് ആണ്. ഇനി ഇ എ എന്ന് പറയുന്ന വെക്ടറിനെ ഞാൻ 2 കമ്പോണൻറ്റുകളാക്കി തിരിക്കുന്നു. ഒന്ന് തീറ്റയുടെ അടുത്തുള്ള കമ്പോണൻ്റാണ് ഇ എ കോസ് തീറ്റ, രണ്ടാമത്തത് താഴേക്ക് പോകുന്ന കമ്പോണൻ്റാണ്, അതാണ് ഇ എ സൈൻ തീറ്റ. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ ഇ എ എന്ന് എഴുതിയിരിക്കുന്നത് ഇ എയുടെ മാഗ്നിറ്റ്യൂഡാണ്. ഇ എ സൈൻ തീറ്റയിൽ നമ്മൾ എഴുതിയിരിക്കുന്ന ഇ എ എന്ന് പറയുന്നത് ഇവിടുത്തെ ഇ എയുടെ മാഗ്നിറ്റ്യൂഡാണ്. അതായത് ഇ എ കോസ് തീറ്റയിലത്തെ ഇ എയും ഇ എ സൈൻ തീറ്റയിലത്തെ ഇ എയും എന്തുമാത്രമാണ്? നമ്മുടെ ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് മാത്രമാണ്. ഇനി ഇ ബി പോകുന്നത് ഈ ഡയറക്ഷനിലാണ്. ഇ ബി യെ നമുക്ക് എന്ത് ചെയ്യാം? 2 കമ്പോണൻറ്റുകളാക്കി റിസോൾവ് ചെയ്യാം. ഈ ആംഗിൾ തീറ്റയാണെങ്കിൽ അതിൻ്റെ മുകളിലത്തെ ആംഗിളും എന്ത് തന്നെയായിരിക്കും? തീറ്റ തന്നെ ആയിരിക്കും. അങ്ങനെയെങ്കിൽ ഇതാണ് ഇ ബി എങ്കിൽ ഇ ബി യെയും 2 കമ്പോണൻറ്റുകളാക്കി നമുക്ക് റിസോൾവ് ചെയ്യാൻ സാധിക്കും. ഒന്ന് ഈ കമ്പോണൻ്റാണ്, അതായത് ഒരു പാരലൽ കമ്പോണൻ്റ് എന്ന് വിളിക്കാം, അതല്ലെങ്കിൽ ഹൊറിസോണൽ കമ്പോണൻ്റ് എന്ന് വിളിക്കാം. ഇങ്ങനെ പോകുന്നത് അതിൻ്റെ വെർട്ടിക്കൽ കമ്പോണൻറ്റുമാണ്. ഇത് തീറ്റയാണെങ്കിൽ, അതായത് ഇ ബി അപേക്ഷിച്ച് ഇതാണ് തീറ്റയെങ്കിൽ തീറ്റയുടെ അടുത്തുള്ള കമ്പോണൻറ്റ് ഇ ബി കോസ് തീറ്റയും നേരെ ഓപ്പോസിറ്റുള്ള കമ്പോണൻറ്റ് ഇ ബി സൈൻ തീറ്റയും ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇ എയുടെ 2 കമ്പോണൻറ്റുകളാണ് ഇ എ കോസ് തീറ്റയും ഇ എ സൈൻ തീറ്റയും. ഇ ബിയുടെ 2 കമ്പോണൻറ്റുകളാണ് ഇ ബി കോസ് തീറ്റയും അതേപോലെ തന്നെ ഇ ബി സൈൻ തീറ്റയും. ഈ ഒരു ഫിഗർ നിങ്ങൾ അനലൈസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 2 കാര്യങ്ങൾ മനസ്സിലാകും. ഒന്ന്, ഇ ബി സൈൻ തീറ്റയും ഇ എ സൈൻ തീറ്റയും ക്യാൻസൽ ചെയ്തു പോകും. എന്തുകൊണ്ടാണ് ക്യാൻസൽ ചെയ്തു പോകുന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇ ബിയുടെ മാഗ്നിറ്റ്യൂഡും ഇ എയുടെ മാഗ്നിറ്റ്യൂഡും എന്ത് തന്നെയാണ്? സെയിം ആണ്. ഇവിടെ എഴുതിയിട്ടുണ്ട് ഇ എ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇ എ ഈക്വൽ ടു മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇ ബി. ഇ ബി സൈൻ തീറ്റയിലത്തെ ഇ ബി എന്ന് പറയുന്നത് എന്താണ്? ഇ ബി എന്ന് പറയുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡാണ്. ഇ എ സൈൻ തീറ്റയിലത്തെ ഇ എ എന്താണ്? ഇ എ എന്ന് പറയുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡാണ്. ഇ ബിയും ഇ എയും 2 മാഗ്നിറ്റ്യൂഡുകളാണ്. ആ 2 മാഗ്നിറ്റ്യൂഡുകളും സെയിം തന്നെയാണ്. അങ്ങനെയെങ്കിൽ ഇ ബി സൈൻ തീറ്റയും ഇ എ സൈൻ തീറ്റയും മാഗ്നിറ്റ്യൂഡുകൾ ഈക്വൽ ആണ്, പക്ഷേ ഓപ്പോസിറ്റ് ഡയറക്ഷനും കൂടിയാണ്. അങ്ങനെയെങ്കിൽ ഇ ബി സൈൻ തീറ്റയും ഇ എ സൈൻ തീറ്റയും ക്യാൻസൽ ചെയ്തു പോകും. ബാക്കി നമുക്ക് വരുന്നത് 2 കമ്പോണൻറ്റുകളാണ്. ഒന്ന് ഇ ബി സൈൻ തീറ്റ നമ്മുടെ ലെഫ്റ്റിലേക്കാണ്, രണ്ടാമത്തെ ഇ എ കോസ് തീറ്റ അതും നമ്മുടെ ലെഫ്റ്റിലേക്ക് തന്നെയാണ്. അങ്ങനെയെങ്കിൽ ഇ എ ഇ ബി എന്ന് പറയുന്ന 2 ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയുടെയും 2 കമ്പോണൻറ്റുകൾ ക്യാൻസൽ ചെയ്തു പോയി. 2 കമ്പോണൻറ്റുകൾ നമുക്ക് എന്ത് ചെയ്യാം? ഒരേ ഡയറക്ഷനിലായതുകൊണ്ട് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. അത് തന്നെയായിരിക്കും പി എന്ന് പറയുന്ന പോയിന്റിലെ ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി. ഞാൻ അതിനെ ഇ പി എന്നാണ് എഴുതുന്നത്. ഇ പി എന്ന് പറഞ്ഞാൽ എന്താണ്? പി എന്ന് പറയുന്ന പോയിന്റിൽ ഇ എ ആസ് വെൽ ആസ് ഇ ബി 2 ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റികളുടെയും സം ആണ്. ഡയറക്റ്റായിട്ട് നമുക്ക് സം എടുക്കാൻ പറ്റിയില്ലെങ്കിലും നമ്മളതിനെ റിസോൾവ് ചെയ്തിട്ട് സം എടുക്കുന്നു. ഇ പി ഈസ് ഈക്വൽ ടു നമുക്ക് വേണമെങ്കിൽ എങ്ങനെ എഴുതാം? ഇ ബി കോസ് തീറ്റ പ്ലസ് ഇ എ കോസ് തീറ്റ. തിരിച്ചും എഴുതാൻ സാധിക്കും. ഇ പി ഈക്വൽ ടു ഇ എ കോസ് തീറ്റ പ്ലസ് ഇ ബി കോസ് തീറ്റ. അതേ കാര്യം തന്നെ നമ്മളിവിടെ എഴുതിയിട്ടുണ്ട്. ഇ പി ഈസ് ഈക്വൽ ടു ഇ എ കോസ് തീറ്റ പ്ലസ് ഇ ബി കോസ് തീറ്റ. ഇനി ചെറിയൊരു മാറ്റം കൂടി നമുക്കിതിൽ വരുത്താനുണ്ട്. അതായത് ഇ എ ഈക്വൽ ടു ഇ ബി ആണെന്നറിയാം. നേരത്തെ പറഞ്ഞ പോലെ ഇ എ കോസ് തീറ്റയിലത്തെ ഇ എ എന്ന് പറയുന്നത് മാഗ്നിറ്റ്യൂഡ് മാത്രമാണ്. ഇ ബി കോസ് തീറ്റയിലത്തെ ഇ ബി എന്ന് പറയുന്നത് മാഗ്നിറ്റ്യൂഡ് മാത്രമാണ്. അങ്ങനെയെങ്കിൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇ എ ഈക്വൽ ടു മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇ ബിയുമാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇ ബിക്ക് പകരം എന്തെഴുതാം? ഇ എ എഴുതാം. അല്ലെങ്കിൽ ഇ എക്ക് പകരം എന്തെഴുതാം? ഇ ബി എഴുതാം. ഞാനിവിടെ ശ്രമിക്കുന്നത് ഇ ബിക്ക് പകരം ഇ എ എഴുതാനാണ്. അതായത് ഇ എ ഈക്വൽ ടു ഇ ബി ആയതുകൊണ്ട് ഈ ഇ ബിക്ക് പകരം ഞാൻ എന്ത് എഴുതുന്നു? ഇ എ എഴുതുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇക്വേഷൻ എങ്ങനെ വരും? ഇ പി ഈക്വൽ ടു ഇ എ കോസ് തീറ്റ ആദ്യത്തെ ടൈം തന്നെയാണ്, പ്ലസ് ഇ ബിക്ക് പകരം ഇ എ എഴുതി ഇ എ കോസ് തീറ്റ. ഇ പി ഈക്വൽ ടു ഇ എ കോസ് തീറ്റ പ്ലസ് ഇ എ കോസ് തീറ്റ വിച്ച് ഇസ് ഈക്വൽ ടു 2 ഇ എ കോസ് തീറ്റ. അതാണ് ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി അറ്റ് ദ പോയിന്റ് പി ഡ്യൂ ടു ഇ എ ആൻഡ് ഇ ബി. ഇതിൽ നമുക്ക് ചെറിയ മാറ്റങ്ങൾ കൂടി വരുത്താനുണ്ട്.
അങ്ങനെ നമ്മൾ ഇ പി ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു ഇ എ ഇൻറ്റു കോസ് തീറ്റ എന്ന് പറയുന്ന ഇക്വേഷനിലേക്ക് എത്തിച്ചേർന്നു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇ എ എന്ന് പറയുന്ന ആ ഒരു കാര്യത്തിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നു, കോസ് തീറ്റയ്ക്കും സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നു. ഇ എന്തായിരുന്നു ഒന്ന് ഓർത്തെടുക്കാം. നമ്മൾ ആദ്യം എഴുതിയ ഇക്വേഷൻ, ഇ എക്ക് നമ്മൾ ആദ്യം എഴുതിയ ഇക്വേഷൻ നമുക്കൊന്ന് ഓർത്തെടുക്കാം. 1/4πε0 Q ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ പ്ലസ് എൽ സ്ക്വയർ. ഇതായിരുന്നു നമ്മൾ ഇ എക്ക് എഴുതിയ ഇക്വേഷൻ. ഡയറക്ഷൻ നമ്മളിവിടെ മെൻഷൻ ചെയ്യേണ്ട ആവശ്യം ഇല്ല. അതായത് ഇ എ കോസ് തീറ്റയിലത്തെ ഇ എ എന്താണെന്ന് പറഞ്ഞു? മാഗ്നിറ്റ്യൂഡ് ആണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അങ്ങനെയെങ്കിൽ ഇ എ ഇസ് ഈക്വൽ ടു 1/4πε0 Q ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ പ്ലസ് എൽ സ്ക്വയർ. ഇനി എന്താണ് കോസ് തീറ്റ? അതിനുവേണ്ടി നമുക്ക് നമ്മുടെ ഫിഗറിലേക്ക് തിരിച്ചു വരാം. ഇതാണ് തീറ്റയെങ്കിൽ നമ്മളൊരു ട്രയാങ്കിൾ എടുക്കുന്നു. എ പി ഒ എന്ന് പറയുന്ന ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമ്മളതിൽ തീറ്റ എടുക്കുന്നു. ഇതാണ് തീറ്റ. എന്താണ് കോസ് തീറ്റ? അഡ്ജസൻറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോടെന്യൂസ്. അതാണ് നമ്മുടെ കയ്യിലുള്ള കോസ് തീറ്റ. നമുക്ക് എഴുതാം കോസ് തീറ്റ ഇസ് ഈക്വൽ ടു അഡ്ജസൻറ്റ് സൈഡ്. അതായത് ട്രയാങ്കിൾ എ പി ഒ എന്നതിലെ അഡ്ജസൻറ്റ് സൈഡ് ഏതാണ്? കോസ് തീറ്റ എടുക്കുമ്പോൾ അഡ്ജസൻറ്റ് സൈഡ് ഏതാണ്? എൽ ആണ് നമ്മുടെ കയ്യിലുള്ള അഡ്ജസൻറ്റ് സൈഡ്. എൽ ഡിവൈഡഡ് ബൈ ഹൈപ്പോടെന്യൂസ്. എന്താണ് ഹൈപ്പോടെന്യൂസ്? റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് എൽ സ്ക്വയർ. ആ റൂട്ടിനെ നമുക്ക് വേണമെങ്കിൽ ഹോൾ റേസ് ടു 1/2 എന്ന് എഴുതാനായി സാധിക്കും. അങ്ങനെയെങ്കിൽ കോസ് തീറ്റ ഇസ് ഈക്വൽ ടു എൽ ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ പ്ലസ് എൽ സ്ക്വയർ ഹോൾ റേസ് ടു 1/2. ശരിക്കും വരേണ്ടത് എൽ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് എൽ സ്ക്വയർ എന്നാണ്. ആ റൂട്ടിന് പകരം നമ്മൾ എന്ത് എഴുതി? ഹോൾ റേസ് ടു 1/2. ഇനി ഓരോ ആൾക്കാർക്കും നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻസ് കൊടുക്കുകയാണ്. ഇ പി ഇസ് ഈക്വൽ ടു 2 ഇ എ കോസ് തീറ്റയിലെ ഇ എ നമുക്കറിയാം 1/4πε0 Q ബൈ ആർ സ്ക്വയർ പ്ലസ് എൽ സ്ക്വയർ ആണ്. കോസ് തീറ്റ എന്ന് പറയുന്നത് എൽ ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ പ്ലസ് എൽ സ്ക്വയർ ഹോൾ റേസ് ടു 1/2 ആണ്. ഇനി ഇ പി ഇസ് ഈക്വൽ ടു 2 അങ്ങനെ തന്നെ നമ്മൾ താഴേക്ക് എടുത്ത് എഴുതിയിരിക്കുന്നു. ഇ എക്ക് പകരം 1/4πε0 Q ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ പ്ലസ് എൽ സ്ക്വയർ റേസ് ടു 1 എന്ന് നമുക്ക് കരുതാം. ഇൻറ്റു കോസ് തീറ്റയ്ക്ക് പകരം എൽ ബൈ ആർ സ്ക്വയർ പ്ലസ് എൽ സ്ക്വയർ ഹോൾ റേസ് ടു 1/2. അത് ഓൾറെഡി നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇനി നോക്കൂ, രണ്ട് ഡിനോമിനേറ്ററുകളുണ്ട്. ആർ സ്ക്വയർ പ്ലസ് എൽ സ്ക്വയർ ഹോൾ റേസ് ടു 1ഉം ആർ സ്ക്വയർ പ്ലസ് എൽ സ്ക്വയർ ഹോൾ റേസ് ടു 1/2. ഒരേപോലത്തെ ആൾക്കാരുടെ പവറുകൾ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ആഡ് ചെയ്യാനായി സാധിക്കും. ഇവിടെ പവർ വരുന്നത് 1 ആണ്, ഇവിടെ പവർ വരുന്നത് 1/2 ആണ്. 1 + 1/2 വരുന്നത് 3/2 ആണ്. അതേപോലെ തന്നെ ഇവിടെ ഒരു ക്യൂ നമുക്ക് കാണാം. ന്യൂമറേറ്ററിൻ്റെ കാര്യമാണ് പറയുന്നത്. ഒരു 2 കാണാം, ഒരു ക്യൂ കാണാം, ഒരു എല്ലും കാണാം. Q ഇൻറ്റു 2L എന്ന് പറയുന്നത് എന്തായിരുന്നു? ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ് ആയിരുന്നു. അങ്ങനെയെങ്കിൽ ന്യൂമറേറ്ററിനെ മൊത്തമായി നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? P എന്ന് എഴുതാൻ സാധിക്കും. അങ്ങനെയെങ്കിൽ ഇ പി ഇസ് ഈക്വൽ ടു പി ഡിവൈഡഡ് ബൈ 4πε0. നമ്മളിവിടെ എഴുതിയിരിക്കുന്ന 4πε0 രണ്ട് ആൾക്കാരെയും ഞാൻ കൂട്ടിച്ചേർത്ത് ആർ സ്ക്വയർ പ്ലസ് എൽ സ്ക്വയർ ഹോൾ റേസ് ടു 1/2 എന്ന് എഴുതി. അതായത് ഇതിൻ്റെ പവർ 1 ആണ്, ഇതിൻ്റെ പവർ 1/2 ആണ്. രണ്ട് പവറുകളും കൂടി ഞാൻ ആഡ് ചെയ്ത് ഹോൾ റേസ് ടു 3/2 എന്ന് എഴുതി. 2 ഇൻറ്റു ക്യൂ ഇൻറ്റു എല്ലിനെ ഒരുമിച്ച്, അതായത് ക്യൂ ഇൻറ്റു 2Lനെ ഒരുമിച്ച് ഡൈപോൾ മൊമെൻറ്റും എന്ന് എഴുതി. ഇത്രയുമാണ് നമുക്ക് ഇ പിക്ക് കിട്ടുന്ന ഇക്വേഷൻസ്. പി ഡിവൈഡഡ് ബൈ 4πε0 ആർ സ്ക്വയർ പ്ലസ് എൽ സ്ക്വയർ ഹോൾ റേസ് ടു 3/2. ഇനി നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഒരു അപ്രോക്സിമേഷൻ കൊണ്ടുവരുന്നു. നമ്മുടെ ഡെഫിനേഷൻ അനുസരിച്ച്, ഇലക്ട്രിക് ഡൈപോളിൻ്റെ ഡെഫിനേഷൻ അനുസരിച്ച് the two equal and opposite charges are separated by a very small distance. അതായത് 2L എന്ന് പറയുന്നത് വളരെ വളരെ ചെറുതാണ്. അങ്ങനെയെങ്കിൽ L എന്ന് പറയുന്നത് അതിനേക്കാളും ചെറുതായിരിക്കും. നമ്മൾ ആറിനെ അപേക്ഷിച്ച് എല്ലിൻ്റെ വാല്യൂ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ L ഈസ് വെരി വെരി ലെസ് ദാൻ ആർ എന്ന് എഴുതാനായി സാധിക്കും. അങ്ങനെയെങ്കിൽ ഡിനോമിനേറ്ററിലെ ആർ സ്ക്വയർ പ്ലസ് എൽ സ്ക്വയറിലത്തെ എല്ലിന് എന്ത് കൊടുക്കാം? 0 കൊടുക്കാം. അങ്ങനെയെങ്കിൽ എൽ അവിടെ നിന്ന് വാനിഷ് ആയി പോകും. ബാക്കി നമുക്ക് കിട്ടുക ആർ സ്ക്വയർ ഹോൾ റേസ് ടു 3/2 ആണ്. ആർ സ്ക്വയർ ഹോൾ റേസ് ടു 3/2. രണ്ട് പവറുകളെ നമുക്ക് എന്ത് ചെയ്യാം? മൾട്ടിപ്ലൈ ചെയ്യാം. ആർ സ്ക്വയർ ഹോൾ റേസ് ടു 3/2, അതായത് ആർ റേസ് ടു 6 ഡിവൈഡഡ് ബൈ 2 ആർ ക്യൂബ്. അത് തന്നെയാണ് നമ്മളിവിടെ എഴുതിയിരിക്കുന്നത്. പി ഡിവൈഡഡ് ബൈ 4πε0 ആർ ക്യൂബ്. ഇതാണ് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി അറ്റ് എ പോയിന്റ് പി. ഇ പിക്കുള്ള ഇക്വേഷൻ പി ഡിവൈഡഡ് ബൈ 4πε0 ആർ ക്യൂബ്. ഇത് ഇ പിയുടെ മാഗ്നിറ്റ്യൂഡ് മാത്രമാണ്.
ഇനി നോക്കാം നമുക്ക് പി എന്ന് പറയുന്ന ഇലക്ട്രിക് ഡൈപോൾ മൊമെൻറ്റ്, പി എന്ന് പറയുന്നതിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടാണ്? ഇപ്പോഴും നമ്മൾ പറയാറുള്ള കാര്യമാണ്, ഇലക്ട്രിക് ഡൈപോൾ മൊമെൻറ്റിൻ്റെ ഡയറക്ഷൻ എപ്പോഴും നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്കായിരിക്കും. അതായത് ഈ ഒരു ഫിഗർ നമ്മൾ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ എയിൽ നിന്ന് ബിയിലേക്കായിരിക്കും നമ്മുടെ ഇലക്ട്രിക് ഡൈപോൾ മൊമെൻറ്റിൻ്റെ ഡയറക്ഷൻ. ഒന്നും കൂടി ലളിതമായി പറയുകയാണെങ്കിൽ നമ്മുടെ വലതുഭാഗത്തേക്കായിരിക്കും, റൈറ്റ് സൈഡിലേക്കായിരിക്കും ഇലക്ട്രിക് ഡൈപോൾ മൊമെൻറ്റിൻ്റെ ഡയറക്ഷൻ വരുന്നത്. പക്ഷെ നോക്കൂ, ഇ പിയുടെ ഡയറക്ഷൻ എങ്ങോട്ടാണ്? നമ്മുടെ ലെഫ്റ്റ് സൈഡിലേക്കാണ്. അതായത് ബിയിൽ നിന്ന് എയിലേക്കാണ് ഇ പിയുടെ ഡയറക്ഷൻ വരുന്നത്. പക്ഷേ ഇലക്ട്രിക് ഡൈപോൾ മൊമെൻറ്റിൻ്റെ ഡയറക്ഷനോ നേരെ ഓപ്പോസിറ്റാണ്, എയിൽ നിന്ന് ബിയിലേക്ക്. അതായത് ഇ പിയെ നമ്മൾ വെക്ടറായി കണക്കാക്കിയാൽ പി എന്ന് പറയുന്ന ഇലക്ട്രിക് ഡൈപോൾ മൊമെൻറ്റിൻ്റെയും നമ്മൾ വെക്ടറാക്കി കണക്കാക്കേണ്ടി വരും. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി രണ്ട് ആൾക്കാരുടെയും ഡയറക്ഷൻ ഓപ്പോസിറ്റാണ്. ഈ ഒരു ഇക്വേഷന് നമ്മൾ വെക്ടറായി എഴുതുമ്പോൾ എന്തെഴുതണം? ഇ പി വെക്ടർ ഈക്വൽ ടു പി വെക്ടർ ഡിവൈഡഡ് ബൈ 4πε0 r³. നിങ്ങൾക്കിവിടെ എന്ത് കാണാൻ സാധിക്കും? ഒരു നെഗറ്റീവ് സൈൻ കാണാനായിട്ട് സാധിക്കും. അതിൻ്റെ അർത്ഥം എന്താണ്? ഇലക്ട്രിക് ഡൈപോൾ മൊമെൻറ്റും ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി അറ്റ് ദ പോയിൻറ്റും ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്. അതായത് ഇ പിയുടെ ഡയറക്ഷൻ ലെഫ്റ്റിലേക്കാണെങ്കിൽ ഇലക്ട്രിക് ഡൈപോൾ മൊമെൻറ്റിൻ്റെ ഡയറക്ഷൻ നേരെ റൈറ്റ് സൈഡിലേക്കാണ്. ഇനി വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം, ഈ ഇക്വറ്റോറിയൽ നമ്മളെടുത്ത പോയിന്റ് എവിടെയായിരുന്നു? ഇക്വറ്റോറിയൽ ലൈനിൽ ആയിരുന്നു. അങ്ങനെയെങ്കിൽ ഇ പി നമുക്ക് വേണമെങ്കിൽ ജനറലൈസ് ചെയ്ത് എങ്ങനെ എഴുതാം? ഈ ഇക്വറ്റോറിയൽ ഈക്വൽ ടു -1/4πε0 പി ഡിവൈഡഡ് ബൈ r³. ഒന്നും കൂടി പറയാം, നെഗറ്റീവ് സൈൻ അവിടെ വരാൻ കാരണം ഇലക്ട്രിക് ഡൈപോൾ മൊമെൻറ്റിൻ്റെയും പി എന്ന് പറയുന്ന പോയിന്റിലെ ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയുടെയും ഡയറക്ഷൻസ് എങ്ങനെയിരിക്കുന്നത്? ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്. ഇലക്ട്രിക് ഡൈപോൾ മൊമെൻറ്റ് എപ്പോഴും നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്കാണ് പോവുക, അതായത് നമ്മുടെ വലതുഭാഗത്തേക്കാണ് പോവുക. പക്ഷേ ഇ പി എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി അറ്റ് ദ പോയിന്റ് പി എന്ന് പറയുന്നത് ഈ ഒരു കേസിൽ ലെഫ്റ്റ് സൈഡിലേക്കാണ് വരുന്നത്. അതായത് ഇ പിയും പി എന്ന് പറയുന്ന ഇലക്ട്രിക് ഡൈപോൾ മൊമെൻറ്റും ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്. അതുകൊണ്ട് നമ്മളവിടെ എന്തിട്ട് കൊടുക്കണം? ഒരു നെഗറ്റീവ് സൈൻ ഇട്ട് കൊടുക്കണം. ഇനി ഈ ആക്സിയലിനുള്ള ഇക്വേഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. എന്തായിരുന്നു അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് മാത്രം പറഞ്ഞാൽ മതി. 1/4πε0 എന്തായിരുന്നു ഓർമ്മയുണ്ടോ? 1/4πε0 2p ഡിവൈഡഡ് ബൈ r³. ഇനി ഈ ഇക്വറ്റോറിയൽ നമുക്ക് എന്ത് കിട്ടി? ഡയറക്ഷൻ മാത്രം ഒന്ന് പറഞ്ഞു നോക്കൂ. ഡയറക്ഷനല്ല, മാഗ്നിറ്റ്യൂഡ് മാത്രം ഒന്ന് പറഞ്ഞു നോക്കൂ. ഈ ഇക്വറ്റോറിയൽ ഈസ് ഈക്വൽ ടു നെഗറ്റീവ് സൈൻ അവിടെ പറയേണ്ട ആവശ്യമില്ല. അതായത് മാഗ്നിറ്റ്യൂഡ് മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ എങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ നെഗറ്റീവ് സൈൻ ഒഴിവാക്കാം. ഈ ഇക്വറ്റോറിയലിൻ്റെ മാഗ്നിറ്റ്യൂഡ് മാത്രം എന്താണ്? 1/4πε0 പി ഡിവൈഡഡ് ബൈ r³ ആണ്. ഒന്നുകൂടി പറഞ്ഞു നോക്കാം. ഈ ആക്സിയലിൻ്റെ മാഗ്നിറ്റ്യൂഡ് 1/4πε0 2p ഡിവൈഡഡ് ബൈ r³ ആണ്. ഈ ഇക്വറ്റോറിയലിൻ്റെ മാഗ്നിറ്റ്യൂഡ് 1/4πε0 പി ഡിവൈഡഡ് ബൈ r³ ആണ്. രണ്ടും കൂടി നിങ്ങളൊന്ന് അനലൈസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ എന്ത് മനസ്സിലാകും? ഈ ആക്സിയൽ ഈക്വൽ ടു 2 ടൈംസ് ഓഫ് ഈ ഇക്വറ്റോറിയൽ ആണ്. ഇതാണ് ആക്സിയൽ പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിക്കും ഇക്വറ്റോറിയൽ പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ്. അതായത് ഒരു ഡൈപോൾ എടുത്തു കഴിഞ്ഞാൽ ആക്സിയൽ ലൈനിലെയും ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി കണ്ടുപിടിക്കാം, ഇക്വറ്റോറിയൽ ലൈനിലെയും ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി കണ്ടുപിടിക്കാം. ഈ ആക്സിയൽ എന്ന് പറയുന്നത് 1/4πε0 2p ബൈ r³ ആണ്. വെക്ടർ നൊട്ടേഷൻ എടുത്തു കൊടുത്താലും അവിടെ നെഗറ്റീവ് സൈൻ വരുന്നതല്ല. ഈ ആക്സിയൽ വെക്ടർ ഈക്വൽ ടു 1/4πε0 2p വെക്ടർ ബൈ r³. പക്ഷേ ഈ ഇക്വറ്റോറിയൽ നമ്മൾ അവിടെ എടുക്കുമ്പോൾ എന്തിട്ട് കൊടുക്കണം? നെഗറ്റീവ് സൈൻ ഇട്ട് കൊടുക്കണം. ഈ ഇക്വറ്റോറിയൽ വെക്ടർ ഈക്വൽ ടു -1/4πε0 പി വെക്ടർ ഡിവൈഡഡ് ബൈ r³. ഇതാണ് ആക്സിയൽ ലൈനിലെയും ഇക്വറ്റോറിയൽ ലൈനിലെയും ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി.